ഇത് കോട്ടയം പൊൻകുന്നം സ്വദേശിനിയായ എലിസബത്ത് എന്ന 25-കാരി. കൂടെയുള്ളത് ഈരാറ്റുപേട്ട അരുവിച്ചിറ കടുവാമൊഴി ഷാഹുൽ സുനീർ എന്ന 29-കാരൻ. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. കൂടാതെ പുതിയ ബിസിനസ് ആശയങ്ങൾ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നവരുമാണ്. സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കുക എന്നത് എലിസബത്തിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യവുമാണ്. അങ്ങനെ വ്യത്യസ്തമായ പുതിയ ഒരാശയവുമായി എത്തിയതായിരുന്നു എലിസബത്ത്. രണ്ടുപേരും ചേർന്ന് നടത്തുന്ന ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമായിരുന്നു. പക്ഷേ ഇവരുടെ ബിസിനസ് വളരുന്തോറും നമ്മുടെ കേരള പോലീസിന് പണി കൂടുകയാണെന്ന് മാത്രം. ഇനി സംഭവത്തിലേക്ക് വരാം. എലിസബത്തും ഷാഹുലും ചേർന്ന് വലിയൊരു രഹസ്യ ബിസിനസ് തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനായി ഇരുവരും ചേർന്ന് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലേക്ക് ഒരു യാത്ര നടത്തി. വളരെ ആസൂത്രിതമായി കാര്യങ്ങളെല്ലാം നീക്കിയ ഇവർ ബംഗളൂരുവിൽ നിന്നും തങ്ങളുടെ ലക്ഷ്യം കൈവരിച്ച ശേഷം നാട്ടിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ രണ്ടുപേരും വ്യത്യസ്ത ബസ്സുകളിലായാണ് നാട്ടിലേക്ക് യാത്ര തിരിച്ചത്. അതും അവരുടെ ബിസിനസിന്റെ ഭാഗമായി തന്നെയായിരുന്നു. അങ്ങനെ ഞായറാഴ്ച രാവിലെ 9 മണിയോടുകൂടി പന്നിയങ്കരയിൽ ബസ്സിറങ്ങിയ രണ്ടുപേരും മറ്റൊരു ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യാനായി കാത്തു നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ സമയമാണ് അവിടെ അപ്രതീക്ഷിതമായി കുറച്ച് അതിഥികൾ എത്തുന്നത്. മറ്റാരുമായിരുന്നില്ല, നമ്മുടെ കേരള പോലീസായിരുന്നു അത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവരെ പിടികൂടാനായി എത്തുന്നത്. തുടർന്ന് ഷാഹുലിനെ പരിശോധിച്ചതോടെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും 24 ഗ്രാം MDMA ആണ് പിടികൂടിയത്. എന്നാൽ ആദ്യ പരിശോധനയിൽ എലിസബത്തിന്റെ ശരീരത്തിൽ നിന്നും പോലീസിന് ഒന്നും തന്നെ ലഭിച്ചില്ല. പിന്നീട് വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് 21 ഗ്രാം MDMA എലിസബത്തിന്റെ അടിവസ്ത്രത്തിനുള്ളിൽ പ്രത്യേകമായി അടുക്കിവെച്ച രീതിയിൽ കണ്ടെത്തുന്നത്. അതെ, അധ്വാനിച്ച് ജീവിക്കാൻ തീരുമാനിച്ച രണ്ടുപേരുടെയും ബിസിനസ് ആശയം പക്ഷേ തലതിരിഞ്ഞതായിരുന്നു. അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘവുമായി ബന്ധമുള്ളവരാണ് ഇവരെന്ന് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. നിലവിൽ രണ്ടുപേരുടെ പേരിലും മറ്റു കേസുകളൊന്നുമില്ല എന്നാണ് വിവരം. അതിൽ നിന്നും ഇത് പണമുണ്ടാക്കാനുള്ള ഇവരുടെ പുതിയ ആശയമായിരുന്നുവെന്ന് നമുക്ക് കണക്കാക്കാം. ഇരുവരുടെയും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വമ്പന്മാരെക്കുറിച്ചും വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. പ്രായഭേദമന്യേ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള യുവതലമുറ ഇത്തരം ലഹരി മാഫിയകളുടെ കെണിയിൽ വീഴുന്ന ഈ പുതിയ പ്രവണതയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ വിജയകരമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ ഒരു പരിധിവരെയെങ്കിലും ലഹരി വിൽപ്പനയും ഉപയോഗവും കുറയ്ക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കരുതാം.